ഒരുമിച്ചൊന്നായി കൂടിടാം ഈ സന്ധ്യയിൽ. കളിയും ശരിയും പങ്കിടാം, ഒരുമിച്ചൊന്നായി കൂടിടാം ഈ സന്ധ്യയിൽ. ഇനിയുള്ള നാളുകൾ നമുക്കൊന്നു ചേരാം, കഥകൾ പറയാം, കാര്യങ്ങളും. റേഡിയോ റേഡിയോ കളിയും ചിരിയും പങ്കിടാം, ഒരുമിച്ചൊന്നായി കൂടിടാം ഈ സന്ധ്യയിൽ. എല്ലമ്മ ലണ്ടൻ മലയാളം റേഡിയോ, The station that loves Goats and country and its people. London Malayalam Radio. എല്ലമ്മ ലണ്ടൻ മലയാളം റേഡിയോ. ഹലോ മൈ ഡിയർ ലിസണേഴ്സ്, നമസ്കാരം. വെൽക്കം ടു ലണ്ടൻ മലയാളം റേഡിയോ അത്ഭുത ദ്വീപുമായിട്ട് ഇന്ന് നിങ്ങളുടെ കൂടെ ഞാൻ മീനുവാണ്. അങ്ങനെ നമ്മൾ ഓരോരോ ദിവസങ്ങളായിട്ട് ഇങ്ങനെ പിന്നിട്ട് പോകുമ്പോൾ ഇന്ന് അത്ഭുത ദ്വീപിൽ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന കുറച്ച് വിശേഷങ്ങൾ അത്ഭുതം അല്ലെങ്കിൽ രസകരമായിട്ടുള്ളത്, അതിൽ നിന്നൊക്കെ ഉപരിയായിട്ട് കുറച്ചുകൂടി എന്താ പറയുക, ഹിസ്റ്ററിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി ഞാൻ ഇന്നത്തേതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു അവസരത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ്. ആദ്യമേ ഞാനത് പറയുകയാണ്. എപ്പോഴും നമ്മൾ രസകരമായിട്ട് മാത്രം മുന്നോട്ട് പോയാൽ മതിയോ? കുറച്ച് അറിവൊക്കെ നമുക്ക് ശേഖരിക്കണ്ടേ? അതുകൊണ്ട് അറിവിലോട്ടൊക്കെ പോകുന്നതിന് മുൻപ് നല്ലൊരു പാട്ട് കേൾക്കാം. ഇത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. നീ വരുമോ തേൻകുരുവി തൈമാവിൻ കൊമ്പത്ത്, മെഴുകിൽ കടമെഴുകിൽ കളമെഴുതും കാറ്റേ, നീ വരുമോ ഇതുവഴികെ മലരെണ്ണും പൂങ്കാറ്റേ. ചെമ്പരത്തി കമ്മലിട്ട് കുപ്പിവള കൊഞ്ചലിട്ട് കാത്തു നിന്നതാര്, അന്തിവേയിൽ പൊന്നെടുത്ത് 10 മുഴം പട്ടെടുത്ത് പാർത്തു നിന്നതാര്, തെളിവാനിൽ നിന്ന മേഘം പനിനീരിൻ കൈ കുടഞ്ഞു, അടിവാകപ്പൂക്കും ഈ നാളിൽ നാണം കൊണ്ട് ചെമ്പരത്തി. ചെമ്പരത്തി കമ്മലിട്ട് കുത്തിവള കൊഞ്ചലിട്ട് കാത്തു നിന്നതാര്, അന്തിവേയിൽ പൊന്നെടുത്ത് 10 മുഴം പട്ടെടുത്ത് പാർത്തു നിന്നതാര്. മഞ്ചാടി തുരുത്തിലെ കുഞ്ഞാറ്റ കുരുവിക്ക് മകര നിലാവിൻ മനസ്സറിയാം, വല്ലാതെ വലയ്ക്കുന്ന കണ്ണോട്ടം ഏൽക്കുമ്പോൾ മനസ്സിന്റെ ജാലകം തുറന്നു പോകും. പകൽ കിനാവിൻ നിഴലുകളിൽ പരാഗമായി നിന്നോർമകൾ, വിയൽ ചെരാതിലൊളി വിതറും നിറങ്ങളേഴു തിരിമലരാ. വരാതെ വന്ന താരം ചൊല്ലി മെല്ലെ, ചെമ്പരത്തി കമ്മലിട്ട് കുപ്പിവള കൊഞ്ചലിട്ട് കാത്തു നിന്നതാര്, അന്തിവേ
തിളങ്ങി നിന്ന പരലുകളും ഇണങ്ങി വന്നു കഥയറിയാൻ. കണങ്ങൾ വീണ മണൽ വിരിയിൽ അനങ്കരാഗമലിയുകയാ. ചെമ്പരത്തി കമ്മലിട്ട് കുപ്പിവള കൊഞ്ചലിട്ട് കാത്തു നിന്നതാര്? കന്തിവേയിൽ പൊന്നെടുത്ത് 10 മുഴം പട്ടെടുത്ത് പാർത്തു നിന്നതാര്? തെളിവാനിൽ നിന്ന മേഘം പനിനീരിൻ കൈ കുടഞ്ഞു. അടിവാകപ്പൂക്കുമീ നാളിൽ നാണം കൊണ്ട് ചെമ്പരത്തി കമ്മലിട്ട് കുപ്പിവള കൊഞ്ചലിട്ട് കാത്തു നിന്നതാര്? അന്തിവേയിൽ പൊന്നെടുത്ത് 10 മുഴം പട്ടെടുത്ത് പാർത്തു നിന്നതാര്? ലണ്ടൻ മലയാളം റേഡിയോ, യുണൈറ്റഡ് മലയാളീസ് എന്റർടൈനർ. മീനുവിന്റെ കൂടെ ലണ്ടൻ മലയാളം റേഡിയോയിലെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു അത്ഭുത ദ്വീപ്. സോ ഞാൻ പറഞ്ഞു കുറച്ച് ഹിസ്റ്ററിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നത്തെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ എല്ലാവരും കേൾക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന സംസ്കാരങ്ങൾ, അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓരോ സിവിലൈസേഷനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതിലൊന്നാണ് നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ, അതായത് സിന്ധു നദീതട സംസ്കാരം. ഈ ഒരു 4000 വർഷങ്ങൾക്ക് മുൻപ് ഈ ഒരു സംസ്കാരവും കാലാവസ്ഥ വ്യതിയാന ഭീഷണി നേരിട്ടു എന്നാണ് ബ്രിട്ടീഷ് കേംബ്രിഡ്ജ് സർവകലാശാലയും ബനാറസ് സർവകലാശാലയും സംയുക്തമായിട്ട് നടത്തിയ ഒരു പഠനത്തിൽ പറയുന്നത്. അപ്പം മനസ്സിലായല്ലോ, നമ്മൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളാണ് മെയിനായിട്ട് നമ്മുടെ നാട്ടിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഇപ്പം മാത്രമല്ല അന്നും അത് അനുഭവപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. 4000 വർഷങ്ങൾക്ക് മുൻപ്. എന്താണ് ഈ ഒരു ഭീഷണിയെ സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഭാഗമായ ജനങ്ങൾ എങ്ങനെ അതിജീവിച്ചു എന്നും പഠനത്തിൽ പറയുന്നു. ഒരു പക്ഷേ നമ്മുടെ ഇപ്പോഴുള്ള ആൾക്കാരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ടാവും അല്ലേ. നോക്കാം നമുക്ക് എന്തൊക്കെയാണ് അവരന്ന് ചെയ്തിരുന്നതെന്ന്. കേട്ടിരുന്നോളൂ. ഇത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. தங்கச்சியை என் கொடுத்தா இருக்கால் உயராலி படம் அப்படியே எனக்கா கோழி கிண்ணி கோழி அப்பப்போ என்ன பின்னி கோழி இப்பப்போ மொத்தம் எண்ணி கோழி என்னை கோரி கிளி மாஞ்சாரோ மலைக்கணி மாஞ்சாரோ கண்ணக்கூழி மாஞ்சாரோ யாரோ மோகஞ்சாரோ நில்லோட ஜாரோ பைய கோழிஞ்சதாரோ யாரோ யாரோ
കിണ്ണിക്കോടി എന്നെ കോരി കിളിമാഞ്ചാരോ മലക്കണി മാഞ്ചാരോ കണ്ണക്കുഴി മാഞ്ചാരോ യാരോ യാരോ മോഹൻജാരോ നിന്നോടഞ്ചാരോ പയ്യെ കോളിഞ്ചാരോ യാരോ യാരോ സുരവാസിയേ സുഖവാസിയേ തോൽക്കരുവി ഇയനവാസിയേ തോൽക്കുത്താതെ പല റക്ക കട്ടിക്കാൽ കൊണ്ടാടും നില മലവേഗം മരണത്തിൻ നീ പരദേശം അതിവാസം നീ 100 கிராம் தான் இடை உனக்கு இனி யாரு நான் தான் உடை 5 அடி வளர்ந்த ஆட்டுச்செடி என்னை மேய்ந்து விடு மொத்தம் பச்சை பசும்புல் நீயானால் புலி புல் தின்னுமே என்ன குத்தம் அக்கா நான் கிண்ணிக்கோழி அப்பப்பா என்ன பின்னிக்கோழி இப்பப்பா மொத்தம் எண்ணிக்கோழி எண்ணிக்கோழி அக்கோடி கிண்ணி கோழி அப்பப்போ என்ன பின்னி கோழி இப்பப்போ மொத்தம் எண்ணி கோழி എണ്ണിക്കോഴി അപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞതാ ഈ ആഭരണങ്ങളൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന്. ഇതൊക്കെ നാട്ടിൽ വെച്ചിട്ട് പോന്നാ പോരായിരുന്നോ? അതിനെന്നാത്തിന് അയച്ചാൻ ഇപ്പൊ അങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? അതിനല്ലേ ഇവിടെ UAE എക്സ്ചേഞ്ച്. നീ എന്നതാ ഈ പറയുന്നേ? അതെ ഇച്ചായ, UAE എക്സ്ചേഞ്ച് പുതിയതായി ഒരു ഗോൾഡ് ലോക്ക് സംവിധാനം കൊണ്ടുവരുന്നു. ഓ, അതൊക്കെ വലിയ ചെലവുള്ള കാര്യങ്ങളായിരിക്കും. ഇല്ലെന്നേ, ദിവസം വെറും 22 പെൻസ് പോലും ആകില്ല. മാത്രവുമല്ല, ആഴ്ചയിൽ എല്ലാ ദിവസവും ഈ സൗകര്യം ലഭ്യവുമാണ്. UAE Exchange UK introduces safe deposit lockers at their Wembley branch. Phone 0203 07 87623. UAE എക്സ്ചേഞ്ച്. UAE Exchange. ലണ്ടൻ മലയാളം റേഡിയോ അത്ഭുത ദ്വീപിലേക്ക് തിരികെ എത്തുമ്പോൾ കൂടെ മീനു തന്നെയാണ്. ക്രിസ്തുവിന് മുൻപ് 3000-1300 BC വർഷത്തിന് ഇടയിലാണ് കാലാവസ്ഥാ വ്യതിയാനം സിന്ധു നദീതട സംസ്കാരത്തെ പ്രതിസന്ധിയിലാക്കിയത് കേട്ടോ. ഈ ഒരു മാറ്റത്തെ പ്രതിരോധിച്ച് അതിജീവനം സാധ്യമാക്കുന്നതിൽ അവര് വിജയിക്കുകയും ചെയ്തു. അതേസമയം സംസ്കാരത്തിന്റെ മുൻപുണ്ടായിരുന്ന ഒരു അഭിവൃദ്ധിയും അതുപോലെ പ്രൗഢിയുമൊക്കെ ഈ പ്രതിസന്ധി മൂലം ഇവർക്ക് ഇല്ലാണ്ടായി. ഇപ്പോൾ ഹൃതിക് റോഷന്റെ ഒരു ഫിലിം ഉണ്ടായിരുന്നു മോഹൻജൊദാരോ എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് മെയിനായിട്ടൊരു അവർ ഈ ഒരു പ്രേമമാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിലും അതിനകത്ത് കാണിച്ചിട്ടുണ്ട് ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ഭാഗമായിട്ട് ജനങ്ങൾ ജീവിച്ചിരുന്ന രീതി, അവരുടെ ഒരു കോളനി എങ്ങനെയൊക്കെയായിരുന്നു, മീൻസ് അവരുടെ വീടൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ഭാഗമൊക്കെ എങ്ങനെയായിരുന്നു, വസ്ത്രാലങ്കാര രീതി, ഇതൊക്കെ അതിനകത്ത് കാണിക്കുന്നുണ്ട്. ശരിക്കും വളരെ വൃത്തിപരമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ ജീവിച്ചിരുന്ന ആൾക്കാരായിരുന്നു കേട്ടോ അവര്. ഇനി വെള്ളത്തിന്റെ ലഭ്യതയിൽ ഉണ്ടായിരുന്ന ഒരു കുറവാണ് ഇവർ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പഠനത്തിന് നേതൃത്വം നൽകിയ പ്രൊഫസർ കാമറൻ പെട്രെ പറയുന്നുണ്ട്. അപ്പോൾ ഇതോടെ വെള്ളത്തിന്റെ അളവ് കുറച്ചു മാത്രം ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളുടെ കൃഷിയിലേക്ക് സിന്ധു നദീതടവാസികൾ മാറി. ധാന്യങ്ങളുടെയും പയറ് കടലവർഗ്ഗങ്ങളുടെയൊക്കെ കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ടുള്ള വിഭാഗങ്ങൾ തിരഞ്ഞെടുത്ത് കൃഷി ചെയ്യാൻ തുടങ്ങി. അതേസമയം ഭക്ഷ്യവിളകൾ ഒഴികെയുള്ള മറ്റ് വിളകളുടെ കൃഷി ഇവർക്ക് ഉപേക്ഷിക്കേണ്ടിയും വന്നു. അതായത് വെള്ളം അധികം വേണ്ടാത്തതൊക്കെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു. ഇത് സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുകയും നഗരപ്രദേശത്ത് നിന്നുള്ളവർ ഇന്ത്യയുടെ മധ്യഭാഗത്തേക്ക് കുടിയേറുകയും ചെയ്തു. അതേസമയം ഗ്രാമപ്രദേശത്തുള്ളവരാണെന്നുണ്ടെങ്കിലോ കൃഷിയിടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിളവ് കൊണ്ട് തൃപ്തരായിരുന്നു. വൈകാതെ മാറിയ കാലാവസ്ഥയ്ക്കനുസരിച്ച് ജീവിത രീതി നിയന്ത്രിക്കാനും ഇവർ ശീലിച്ചു. അപ്പോൾ അങ്ങനെ ഗ്രാമവാസികൾ കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള മാറ്റങ്ങളുമായി പതിയെ പൊരുത്തപ്പെട്ടതായും പഠനം പറയുന്നു. ഇതിന് സഹായകമായത് പരിമിതമായ ആവശ്യങ്ങൾ മാത്രമായിരുന്നു ഇവർക്കുണ്ടായിരുന്നത് എന്നതായിരിക്കാമെന്നും ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നു. യെസ്, അത് തന്നെയാണ് വലിയൊരു കാര്യം. ഇപ്പോഴത്തെ പോലെ നമുക്ക് വേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഒരാൾക്ക് ജീവിച്ചു പോകണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ വേണ്ടത്? അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയിൽ വേണ്ടതും വേണ്ടാത്തതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വേണം. ബട്ട് അന്നത്തെ ആൾക്കാർ
അവരുടെ ജീവിതത്തിന് എന്താണോ വേണ്ടിയിരുന്നത് അത് മാത്രമേ അന്വേഷിച്ചുള്ളൂ, അത് മാത്രമേ സ്വന്തമാക്കിയിരുന്നുള്ളൂ. കണ്ടുപിടിക്കണം അല്ലേ? യെസ്. അപ്പോൾ ഇന്നലെ ഒരു കാര്യം ചെയ്യാം. കുറച്ച് ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നപ്പോൾ ക്ഷീണിച്ചോ? പാട്ട് കേൾക്കാം അല്ലേ? ഇത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. Better Frames UK Private Limited. Live printing, wedding photography, event photography, modeling photography, portfolio and digital magazine album making. ഏറ്റവും നൂതനമായ ക്യാമറകളും ലൈറ്റ് യൂണിറ്റും UK മലയാളികൾ നടത്തുന്ന ഏറ്റവും വലിയ യൂണിറ്റ് Better Frames UK Private Limited. For more details, രാജേഷ് നടേപ്പള്ളി 07951263954. Soji Devices 07861418 Better Frames UK Private Limited. കിഴക്കുമല്ല കമ്മലിട്ട തങ്കത്താലം കണ്ണിക്കള്ളം കൊള്ളിത്തടം ഉറക്കെയൊരു മംഗളത്തിൻ തകിൽ താളം മുഴക്കിടാം പെരുക്കിടാം ഉറക്കമൊഴി നമ്പിളി നിനക്കോ മനസ്സിനൊരു കുങ്കുമ ചുവപ്പോ ഉറക്കമൊഴി നമ്പിളി നിനക്കോ മനസ്സിനൊരു കുങ്കുമ ചുവപ്പോ കൊടുത്തു വരുമാവണി തെല്ലിന തക്കിടക്ക് തക്കത്താം ചക്കിടക്ക് തക്കത്താം തക്കമുക്ക് തക്ക വേണം കിഴക്കുമല കമ്മലിട്ട തങ്കത്താലം കണ്ണിക്കള്ളം കൊള്ളിത്തടം ഉറക്കെയൊരു മംഗളത്തിൻ തകിൽ താളം മുഴക്കിടാം പെരുക്കിടാം
കിഴക്കുമല്ല കമ്മലിട്ട തങ്കത്താലം കണ്ണിക്കള്ളം പുള്ളിത്തടം ഉറക്കെയൊരു മംഗളത്തിൻ തകിൽ താളം മുഴക്കിടാം പെരുക്കിടാം കിഴക്കുമല്ല കമ്മലിട്ട തങ്കത്താലം കണ്ണിക്കള്ളം പുള്ളിത്തടം ഉറക്കെയൊരു മംഗളത്തിൻ തകിൽ താളം മുഴക്കിടാം പെരുക്കിടാം ഉറക്കമൊഴി ഞമ്പിളി നിനക്കോ മനസ്സിനൊരു കുങ്കുമ ചുവപ്പോ ഹേ ഉറക്കമൊഴി ഞമ്പിളി നിനക്കോ മനസ്സിനൊരു കുങ്കുമ ചുവപ്പോ തുടുത്തു വരുമാവണി തല്ലിന തക്കിടക്ക് തക്കത്താം ജക്കിടക്ക് തക്കത്താം തക്കമുക്കിട്ടക്ക് വേണം കിഴക്കുമല കമ്മലിട്ട തങ്കത്താലം കണ്ണിക്കള്ളം പുള്ളിത്തടം ഉറക്കെയൊരു മംഗളത്തിൻ തകിൽ താളം മുഴക്കിടാം പെരുക്കിടാം. You're listening ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. ലണ്ടൻ മലയാളം റേഡിയോ അത്ഭുത ദ്വീപിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ മീനു. ഇനി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സംഗതിയെക്കുറിച്ച് ഞാൻ പറയാൻ പോവുകയാണ്. ഏറ്റവും പ്രിയപ്പെട്ട സംഗതി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇപ്പൊ പലർക്കും കത്തിയിട്ടുണ്ടാവും ഞാൻ എന്തിനെ കുറിച്ചാണ് ഈ പറയാൻ പറഞ്ഞതല്ലേ. യെസ്, എന്തിനെ കുറിച്ചാണ് ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തായിരിക്കും ഞാൻ പറയാൻ പറഞ്ഞ കാര്യമൊന്ന് പറയാം. വീടുകളിലെ വളർത്തു മൃഗങ്ങൾ എന്ന പോലെ തന്നെ ചില സാഹചര്യങ്ങളിൽ ചില ആൾക്കാർ ചില ഇഴജന്തുക്കളെയും എന്ത് ചെയ്യാറുണ്ട്, പെറ്റായിട്ട് വളർത്താറുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു വീടുകളിലെ വളർത്തു മൃഗങ്ങൾ എന്ന പോലെ രാജവെമ്പാലകൾ യഥേഷ്ടം വിഹരിക്കുന്ന ഇന്ത്യയിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയാസിൽ ചർച്ചാ വിഷയമാകുന്നത് കേട്ടോ. ഈ ഗ്രാമങ്ങളിൽ എന്ത് അത്ഭുതമാണ് സംഭവിക്കുന്നത് എന്ന് വിദഗ്ധർക്ക് പോലും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ശാസ്ത്രം തോറ്റ ഈ അപൂർവ ഗ്രാമത്തിലെ കാഴ്ചകൾ പതിഞ്ഞത് BBC ഗംഗാനദിയെപ്പറ്റി സംപ്രേഷണം ചെയ്ത ഒരു ഡോക്യുമെന്ററിയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇത് എവിടെയാണ്, എന്താണ് ഇത്രയും വലിയ അത്ഭുതം, ഇതൊക്കെ നമുക്ക് നല്ലൊരു പാട്ടിന് ശേഷം വിശദമായിട്ട് തന്നെ സംസാരിക്കാം. കേട്ടിരുന്നോളൂ. ഇത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. ശിവമല്ലിക്കാവിൽ കൂവളം പൂത്തു, കുങ്കുമം പൂത്തു, കാവളം കിളി പാട്ടുപാടും പഞ്ചമം കേട്ടു. ശിവമല്ലിക്കാവിൽ കൂവളം പൂത്തു, കുങ്കുമം പൂത്തു, കാവളം കിളി പാട്ടുപാടും പഞ്ചമം കേട്ടു. മഴയുടെ മിഴിയഴകിൽ എരിതിരി എരിയുകയായി, പുഴയുടെ നറുമൊഴിയിൽ മൊഴിയിൽ കവിതകൾ ഉതിരുകയായി. ജപമാല പോലെ ഞാൻ മിടിച്ചു
ശിവമല്ലിക്കാവിൽ കൂവളം പൂത്തു കുങ്കുമം പൂത്തു കാവളം കിളി പാട്ടു പാടും പഞ്ചമം കേട്ടു. ശിവമല്ലിക്കാവിൽ കൂവളം പൂത്തു കുങ്കുമം പൂത്തു കാവളം കിളി പാട്ടു പാടും പഞ്ചമം കേട്ടു. മഴയുടെ മിഴിയഴകിൽ എരിതിരി എരിയുകയാ പുഴയുടെ നറുമൊഴി മൊഴിയിൽ കവിതകൾ ഉതിരുകയാ. ജപമാല പോലെ ഞാൻ മിടിച്ചു മൗനമായി മൗനമായി. ശിവമല്ലിക്കാവിൽ കൂവളം പൂത്തു കുങ്കുമം പൂത്തു കാവളം കിളി പാട്ടു പാടും പഞ്ചമം കേട്ടു. UK-യിൽ വീട് വിൽക്കുന്നതിനും വാങ്ങുന്നതിനും ലോ ആൻഡ് ലോയേഴ്സ് കഴിഞ്ഞ 10 വർഷമായി ലണ്ടനിലും ഇപ്പോൾ മാഞ്ചസ്റ്ററിലും പ്രവർത്തിക്കുന്നു. ലോ ആൻഡ് ലോയേഴ്സ് സോളിസിറ്റേഴ്സ്. ലോ ആൻഡ് ലോയേഴ്സ് സോളിസിറ്റേഴ്സ്. ഞങ്ങളുടെ മറ്റ് സേവനങ്ങൾ ഇമിഗ്രേഷൻ, എംപ്ലോയ്മെന്റ് ആൻഡ് ഫാമിലി കൂടാതെ നിയമപരമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളെ സമീപിക്കുക. ലോ ആൻഡ് ലോയേഴ്സ് സോളിസിറ്റേഴ്സ്, ലണ്ടൻ 0208 5865 മാഞ്ചസ്റ്റർ 01617483335. Our website www.lawandlawyers.co.uk. Law and Lawyers. Law and Lawyers Solicitors. തിരികെ എത്താം ലണ്ടൻ മലയാളം റേഡിയോ അത്ഭുത ദ്വീപിലേക്ക്. കൂടെ മീനുവാണ്. വെസ്റ്റ് ബംഗാളിലെ ബർദുൻ ജില്ലയിലെ 4 ഗ്രാമങ്ങളിലും വാരാണസിയിലെ ചില ഉൾനാടൻ ഗ്രാമങ്ങളിലും ഒക്കെയാണ് കൊടും വിഷമുള്ള രാജവെമ്പാലകളും മനുഷ്യരും സൗഹാർദ്ദത്തോടെ കഴിയുന്നത്. ഇവിടെ ജനിക്കുന്ന ചെറിയ കുട്ടികൾ പോലും പിച്ച വയ്ക്കുന്നത് ഈ പാമ്പുകൾക്കൊപ്പമാണ്. മനസ്സിലായില്ലേ? കിങ് കോബ്ര. ഒരു വീട്ടില് കുറഞ്ഞത് 2 പാമ്പെങ്കിലും കാണും. അതായത് ദൈവതുല്യമായിട്ടാണ് ഗ്രാമവാസികള് പാമ്പിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവയെ ആരും ഒട്ടും ഉപദ്രവിക്കാറുമില്ല. ഏകദേശം 500 വർഷത്തോളം പഴക്കം കാണും കേട്ടോ ഈ ഒരു ഗ്രാമങ്ങളിലെ മനുഷ്യരും പാമ്പുകളും സമാധാനപരമായിട്ടുള്ളൊരു ജീവിതം നയിക്കാൻ തുടങ്ങിയിട്ട്. എന്തായാലും ഈ ഗ്രാമങ്ങളിൽ എത്ര പാമ്പുകൾ ഉണ്ട് എന്നതിന് കൃത്യമായിട്ടുള്ള കണക്കുകളൊന്നും തന്നെയില്ല. എങ്കിലും 1000-ലധികം വരുമെന്നാണ് ഗ്രാമവാസികളുടെ വിശ്വാസം. ചെറിയ കോഴിക്കുഞ്ഞുങ്ങളെയും താറാവിൻ കുഞ്ഞുങ്ങളെയും ഒക്കെ ആഹാരമാക്കാറുണ്ടെങ്കിലും ഇതുവരെ ഒരു കന്നുകാലികളെ പോലും പാമ്പുകൾ ഉപദ്രവിച്ചിട്ടില്ല. പലപ്പോഴും കാലികളുടെ കുളമ്പിനടിയിൽ പെടാറുണ്ടെങ്കിലും തിരിച്ച് പാമ്പുകൾ അവയെ ഉപദ്രവിക്കാറുമില്ല. സ്ത്രീകൾ പാചകം ചെയ്യുമ്പോൾ അടുക്കളയിലും അലമാരകളിലും ഒക്കെ കയറി ഇറങ്ങാറുണ്ട് ഇവര്. തിരക്കേറിയ പൊതുനിരത്തുകളിൽ പാമ്പുകൾ പതിവായിട്ട് സഞ്ചരിക്കാറുണ്ട്. പക്ഷെ ഇതെല്ലാം ഈ ഗ്രാമങ്ങളിലെ പതിവ് കാഴ്ചകൾ മാത്രമാണ്. ഇവിടുത്തെ പാമ്പുകളും മനുഷ്യരുമായിട്ടുള്ള അപൂർവ സൗഹൃദത്തെക്കുറിച്ച് അറിഞ്ഞ് നിരവധി വിദഗ്ധരാണ് ഇവരെക്കുറിച്ച് പഠിക്കാനെത്തിയത് കേട്ടോ. എന്നാലോ തങ്ങളുടെ പാമ്പുകളെ ഒന്ന് തൊടാൻ പോലും പുറത്തുള്ളവരെ ഇവരെ അനുവദിക്കാറില്ല. വളരെ അപൂർവമായിട്ട് മാത്രമേ ഇവിടെ ആളുകൾക്ക് പാമ്പ് കടി ഏൽക്കാറുള്ളൂ. എന്നാൽ അതിനുള്ള പ്രതിവിധിയും അവരുടെ പക്കൽ തന്നെയുണ്ട്. ഇന്ത്യയിൽ 20,000 ആളുകൾ പ്രതിവർഷം പാമ്പ് കടിയേറ്റ് മരിക്കുമ്പോൾ ഇന്ന് വരെ പാമ്പ് കടിയേറ്റ ഒരു മരണം പോലും ഈ ഗ്രാമങ്ങളിൽ ഉണ്ടായിട്ടില്ല എന്നതും ഗ്രാമവാസികളുടെ വിശ്വാസത്തിന്റെ ആക്കം കൂട്ടുന്നു എന്നതാണ്. എന്താല്ലേ, ശരിക്കും ദൈവങ്ങളാണോ ഇനി? എനിക്കറിയില്ല. നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം, പാട്ട് കേൾക്കാം. ഇത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. ആടു പാമ്പേ ആടാടു പാമ്പേ ആടാടു പാമ്പേ ആടു പാമ്പേ ആടാടു പാമ്പേ കാവിലിളം പാമ്പേ. ആടു പാമ്പേ ആടാടു പാമ്പേ ആടാടു പാമ്പേ ആടു പാമ്പേ ആടാടു പാമ്പേ കാവിലിളം പാമ്പേ. ആടു പാമ്പേ ആടാടു പാമ്പേ ആടാടു പാമ്പേ ആടു പാമ്പേ
പാലും നൂറും കണ്ടിട്ടാടു ആടാടു പാമ്പേ പാലും നൂറും കണ്ടിട്ടാടു ആടാടു പാമ്പേ ആടു പാമ്പേ ആടാടു പാമ്പേ ആടാടു പാമ്പേ ആടു പാമ്പേ ആടാടു പാമ്പേ കാവിലം പാമ്പേ പാക്കനാരുടെ മുല്ലത്തറയിൽ വന്നാടാടു പാമ്പേ പാക്കനാരുടെ മുല്ലത്തറയിൽ വന്നാടാടു പാമ്പേ ആടു പാമ്പേ ആടാടു പാമ്പേ ആടാടു പാമ്പേ ആടു പാമ്പേ ആടാടു പാമ്പേ കാവിലം പാമ്പേ നാലുകാലേ പന്തലകത്തു വന്നാടാടു പാമ്പേ നാലുകാലേ പന്തലകത്തു വന്നാടാടു പാമ്പേ ആടു പാമ്പേ ആടാടു പാമ്പേ ആടാടു പാമ്പേ ആടു പാമ്പേ ആടാടു പാമ്പേ കാവിലം പാമ്പേ പന്തലിലെ മഞ്ഞക്കളം കണ്ടിട്ടാടാടു പാമ്പേ പന്തലിലെ മഞ്ഞക്കളം കണ്ടിട്ടാടാടു പാമ്പേ ആടു പാമ്പേ ആടാടു പാമ്പേ ആടാടു പാമ്പേ ആടു പാമ്പേ ആടാടു പാമ്പേ കാവിലം പാമ്പേ മഞ്ഞപ്പൊടി വാരിയെറിഞ്ഞാലാടാടു പാമ്പേ മഞ്ഞപ്പൊടി വാരിയെറിഞ്ഞാലാടാടു പാമ്പേ ആടു പാമ്പേ ആടാടു പാമ്പേ ആടാടു പാമ്പേ ആടു പാമ്പേ ആടാടു പാമ്പേ കാവിലം പാമ്പേ ചോപ്പകച്ച കഴുത്തിലണിഞ്ഞിട്ടാടാടു പാമ്പേ ചോപ്പകച്ച കഴുത്തിലണിഞ്ഞിട്ടാടാടു പാമ്പേ ആടു പാമ്പേ ആടാടു പാമ്പേ ആടാടു പാമ്പേ ആടു പാമ്പേ ആടാടു പാമ്പേ കാവിലം പാമ്പേ പള്ളിവാളെ കയ്യിലെടുത്താലാടാടു പാമ്പേ പള്ളിവാളെ കയ്യിലെടുത്താലാടാടു പാമ്പേ ആടു പാമ്പേ ആടാടു പാമ്പേ ആടാടു പാമ്പേ ആടു പാമ്പേ ആടാടു പാമ്പേ കാവിലം പാമ്പേ പാക്കനാരുടെ വട്ടമുടി കണ്ടിട്ടാടാടു പാമ്പേ പാക്കനാരുടെ വട്ടമുടി കണ്ടിട്ടാടാടു പാമ്പേ ആടു പാമ്പേ ആടാടു പാമ്പേ ആടാടു പാമ്പേ ആടു പാമ്പേ ആടാടു പാമ്പേ കാവിലം പാമ്പേ ചേലൊത്ത പത്തി വിരിച്ചിട്ടാടാടു പാമ്പേ ചേലൊത്ത പത്തി വിരിച്ചിട്ടാടാടു പാമ്പേ ആടു പാമ്പേ ആടാടു പാമ്പേ ആടാടു പാമ്പേ ആടു പാമ്പേ ആടാടു പാമ്പേ കാവിലം പാമ്പേ ഏഴിലം പാല ചുവട്ടിൽ വന്നാടാടു പാമ്പേ ഏഴിലം പാല ചുവട്ടിൽ വന്നാടാടു പാമ്പേ ആടു പാമ്പേ ആടാടു പാമ്പേ ആടാടു പാമ്പേ ആടു പാമ്പേ ആടാടു പാമ്പേ കാവിലം പാമ്പേ പാമ്പിന്റെ ആട്ടതു കണ്ടാൽ ഞങ്ങളും ആടും 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 പാമ്പേ എല്ലമ്മ ലണ്ടൻ മലയാളം റേഡിയോ. The station that loves goats and country and its people. London Malayalam Radio. എല്ലമ്മ. മുത്തൽ വന്നെ 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 വന്നെ
கையப்பமிடுவேனுந்தன் மார்பில். உலகம் வாழ நிதி ஒதுக்கு, என் உயிரும் வாழ மடி ஒதுக்கு. அரசன் வாழ விதி இருக்கு, அதற்கு நீதான் விதி விலக்கு. மன்னனே மன்னனே, இதோ இவள் உனக்கு. முதல்வனே என்னை கண்பாராய், முந்தானை கொடியேற்ற நேரமில்லையா? காதல் பஞ்சம் வந்து நொந்தேனே, முத்த நிவாரணம் எனக்கில்லையா? வாளின் ஓசை கேட்கும் தலைவா, மழையில் ஓசை கேட்கவில்லையா? பள்ளிவாசல் திறந்தாய், பள்ளி திறந்தாய், பள்ளி அறை வர நேரம் இல்லையா? உரடங்கு தளர்த்தி, வரிகள் தளர்த்தி, உடைகள் தளர்த்திட வேண்டும் இல்லையா? ஆசை பூவை தவிக்க விட்டு அமைச்சரோடு நகர்வலமோ? உனது கண்ணின் நீர் துடைத்தால் ஊர் குழாயில் நீர் வருமோ? வேந்தனே வேந்தனே, உந்தன் வரம் வருமோ? முதல்வனே என்னை கண்பாராய், முந்தானை கொடியேற்ற நேரமில்லையா? காதல் பஞ்சம் வந்து நந்தாயோ முத்த நிவாரணம் உன்னை கழிப்பா வாழின் ஓசை தீரும் போது மழையில் ஓசை கேட்க வருவார். முத்தல் பண்ண 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 முத்தல் பண்ண 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 முத்தல் பண்ண 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 முத்தல் பண்ண. ലണ്ടൻ മലയാളം റേഡിയോ, യുണൈറ്റഡ് മലയാളീസ് എന്റർടൈൻമെന്റ്. തിരികെ എത്താം ലണ്ടൻ മലയാളം റേഡിയോ അത്ഭുത ദ്വീപിലേക്ക്. മീനു കൂടെ തന്നെയുണ്ട്. ഏതൊരു നാട്ടിലേക്കും വഴികാട്ടിയായിട്ട് ഈ ഒരു സൂചകകളും മയിൽക്കുറ്റികളും ഒക്കെ ഉണ്ടാകാറുണ്ട് അല്ലേ? ഇപ്പൊ ഭൂമിയിലെ ഏറ്റവും ഉയരമുള്ളൊരു കൊടുമുടിയാണ് എവറസ്റ്റ് ആണല്ലോ. ആണ്. ഈ എവറസ്റ്റിലും ഇത്തരം സൂചികകളുണ്ട്. ജീവനറ്റ മനുഷ്യരുടെ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ശരീരങ്ങളാണ് എവറസ്റ്റിലെ വഴികാട്ടികൾ എന്ന് മാത്രം. ഒന്നും മനസ്സിലായില്ല അല്ലേ? പലവിധ കാരണങ്ങളാൽ എവറസ്റ്റ് എന്ന സ്വപ്നം എത്തും മുൻപ് തിരിച്ചിറങ്ങുമ്പോഴും വീണുപോയിട്ടുള്ള 200-ലേറെ സാഹസികരുടെ മൃതദേഹങ്ങളാണ് ഭൂമിയിലെ ഏറ്റവും ഉയർന്ന പ്രദേശത്തുള്ളത്. യെസ്, ഞാൻ അതിനെക്കുറിച്ചാണ് ഇനി നിങ്ങളോട് പറയാൻ പോകുന്നത്. ബട്ട് ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. കേട്ടിരുന്നോളൂ. ഇത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. കനലുകൾ കോരി മരവിച്ച വിരലുകൾ ഒടുവിൽ നിന്നെത്തലോടി ശമിക്കുവാൻ. ഒടുവിലായകത്തേക്കെടുക്കും ശ്വാസ കണികയിൽ നിന്റെ ഗന്ധമുണ്ടാകുവാൻ. മരണമെത്തുന്ന നേരത്തു നീ
എന്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. ഇനി തുറക്കേണ്ടതില്ലാത്ത കൺകളിൽ പ്രിയതേ നിൻമുഖം മുങ്ങിക്കിടക്കുവാൻ. ഒരു സ്വരം പോലും ഇനി എടുക്കാത്തൊരീ ചെവികൾ നിൻ സ്വരമുദ്രയാൽ മൂടുവാൻ. അറിവും ഓർമ്മയും കത്തും ശിരസിൽ നിൻ ഹരിത സ്വച്ഛ സ്മരണകൾ പെയ്യുവാൻ. മരണമെത്തുന്ന നേരത്തു നീ എന്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. അധരമാം ചുംബനത്തിൻ്റെ മുറിവു നിൻ മധുര നാമജപത്തിനാൽ കൂടുവാൻ. പ്രണയമേ നിന്നിലേക്കു നടന്നൊരെൻ വഴികൾ ഓർത്തെന്റെ പാദം തണുക്കുവാൻ. പ്രണയമേ നിന്നിലേക്കു നടന്നൊരെൻ വഴികൾ ഓർത്തെന്റെ പാദം തണുക്കുവാൻ. അതുമതിയുടൽ മൂടിയ മണ്ണിൽ നിന്നിവന് പുൽക്കൊടിയായുയിർത്തേൽക്കുവാൻ. മരണമെത്തുന്ന നേരത്തു നീ എന്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. മരണമെത്തുന്ന നേരത്തു നീ എന്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. ഇതാ ലണ്ടൻ മലയാളം റേഡിയോയിൽ ഹിന്ദി ഗാനങ്ങൾ കോർത്തിണക്കിയ ഒരു പുതിയ ഗീതോപഹാരം മെഹഫിൽ. ना जाने मेरे दिल को क्या हो गया, अभी तो यही था अभी खो गया. मंजिले रुसवा है, खोया है रास्ता. तेरे बिना बेसुआदी रतिया ओ सजना. पर्दे पर चाहे गुजरे जमाने के हो या फिर हो नए जमाने के, आपके चहेते कलाकार, गायक, निर्देशक, संगीतकार, उन सभी पर आधारित होगा ये प्रोग्राम महफिल. तो फिर खूब सजेगी ये महफिल जब मैं बैठेंगे हम और आप इस गाने की महफिल में. ഹിന്ദി ചലച്ചിത്ര ലോകത്തെ അതുല്യ പ്രതിഭകളുടെ അനശ്വര കലാസൃഷ്ടികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടിയാണ് മെഹഫിൽ. ഈ മെഹഫിൽ നിങ്ങൾക്കൊപ്പം ചേരുന്നു ഞാൻ RJ അനിൽ. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8 മണി മുതൽ 9 മണി വരെ മെഹഫിൽ കേൾക്കാൻ മറക്കില്ലല്ലോ. ഹലോ, വീണ്ടും തിരികെ എത്താം ലണ്ടൻ മലയാളം റേഡിയോ അത്ഭുത ദ്വീപിലേക്ക്. എന്താണെന്നറിയില്ല, ചെറിയൊരു മൂക്കടപ്പൊക്കെ ഉണ്ട്. അപ്പൊ ക്ഷമിക്കാട്ടോ, ഒന്ന് സഹിക്കേണ്ടതായിട്ട് വരും ഈ ഒരു ശബ്ദത്തിന്. അപ്പം നമുക്ക് എവറസ്റ്റിലേക്ക് കയറാം അല്ലേ.
എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ എത്തണമെന്നുണ്ടെങ്കിൽ തന്നെ 7 ദിവസം മല കയറണം കേട്ടോ. 2 ആഴ്ച കാലാവസ്ഥയോട് പൊരുത്തപ്പെടുന്നതിനായിട്ട് ഇവിടെ ചിലവഴിച്ച ശേഷമാണ് എവറസ്റ്റ് കീഴടക്കാനായിട്ട് ഓരോ സഞ്ചാരികളും ശ്രമിക്കുക. അപ്പോൾ എവറസ്റ്റിലേക്കുള്ള ഈ ഒരു ദിവസങ്ങളിൽ ഓരോ ശ്വാസോച്ഛ്വാസത്തിലും മരണം പതിയിരിപ്പുണ്ട്. ലോകമെങ്ങുമുള്ള പർവ്വത ആരോഹരുടെ സ്വപ്നം എന്ന് പറയുന്നത് എവറസ്റ്റ് കീഴടക്കുക എന്ന് തന്നെയാണ്. അപ്പോൾ ഏറ്റവും വലിയ കൊടുമുടി എന്നതിനോടൊപ്പം ഭൂമിയിലെ ഏറ്റവും സാഹസികമായ പർവ്വത ആരോഹണം കൂടിയാണ് എവറസ്റ്റിലേത്. എവറസ്റ്റിന്റെ ബേസ് ക്യാമ്പ് 17,700 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 20,000 അടി ഉയരത്തിലാണ് 1ാം ദിനത്തിലെ ക്യാമ്പുള്ളത്. ഇവിടെ നിന്നും വിശ്രമിച്ച ശേഷം അഡ്വാൻസ്ഡ് ബേസ് ക്യാമ്പ് എന്ന് വിളിപ്പേരുള്ള ക്യാമ്പിലേക്ക് കയറി തുടങ്ങും. 24,500 അടിയാണ് ഇവിടുത്തെ ഉയരം. ABC-യിൽ ഓക്സിജന്റെ അളവ് വളരെയധികം കുറയും കേട്ടോ. അപ്പം മല കയറുമ്പോൾ മാത്രമല്ല, ഉറങ്ങുമ്പോൾ പോലും ഓക്സിജൻ മാസ്ക് ധരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് തന്നെ മരണം സംഭവിക്കും. എത്ര കഷ്ടപ്പെട്ടല്ലേ ഇവർ ഈ ഒരു അതിസാഹസികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണത്. അപ്പം മറ്റൊരു വസ്തുത, മരിച്ചവരുടെ ശരീരങ്ങളെല്ലാം തന്നെ മികച്ച രീതിയിൽ ഇവിടെ പ്രകൃതി സംരക്ഷിക്കുന്നു എന്നതാണ്. എവറസ്റ്റിലെ കാലാവസ്ഥ തന്നെയാണ് ഈ ഒരു മറിമായത്തിന് പിന്നിൽ. പതിറ്റാണ്ടുകൾക്ക് മുൻപ് മരിച്ചവരുടെ ദേഹങ്ങൾക്ക് പോലും കാര്യമായിട്ടുള്ള കേടുപാടുകളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. എല്ലാ കാലത്തുമുള്ള കൊടും തണുപ്പും മഞ്ഞും വരണ്ട ഹിമക്കാറ്റും ഒക്കെ മൃതദേഹങ്ങളെ അഴുകാതെ സഹായിക്കുന്നു. മനുഷ്യ ശരീരങ്ങൾ വഴികാട്ടിയാകുന്നതിന് പിന്നിലും ഇതാണ് ഏറ്റവും വലിയൊരു കാരണമായിട്ടുള്ളത്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ സഹിക്കണം, എന്തുമാത്രം ത്യാഗം ചെയ്തിട്ടാണ് ഓരോരുത്തരും ഓരോ നേട്ടങ്ങൾ നേടിയെടുക്കുന്നത് അല്ലേ. നമ്മളൊക്കെയോ വായിച്ചിട്ട് ചിലപ്പോൾ അതിനെ കുറ്റം പറയുന്നു, പുച്ഛത്തോടെ കാണുന്നു. പക്ഷേ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം, ജീവൻ മരണ പോരാട്ടം തന്നെയാണ്, ജീവൻ പണയം വെച്ച് തന്നെയാണ് ഇവർ ഇമാതിരിയുള്ള ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. സോ ഹാറ്റ്സ് ഓഫ് യു ഗൈസ്. അപ്പോൾ എന്തായാലും ഒരു കാര്യം ചെയ്യാം, തൽക്കാലം നമുക്ക് വേർപിരിയാം. അയ്യോടാ, വേർപിരിയാന്ന് പറഞ്ഞോണ്ട് എന്താ എല്ലാവരും ഇങ്ങനെ ഇരിക്കണേ. അതെ, വേർപിരിയാന്ന് പറയുമ്പോഴത്തേക്കും ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. മെയിൽ meenu@lmalive.com വേഗം സെൻഡ് ചെയ്തോളൂ. വീണ്ടും അടുത്ത ദിവസം ഇവിടെ പാക്കലാം. Until then, take care, stay blessed and stay tuned to London മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ.